വെൽക്കം ടു ബയോ സൊല്യൂഷൻ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ബോണുകളെക്കുറിച്ചും മസിലുകളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണുകളുടെ ഡ്യൂട്ടികളാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബോൺസ്. ബോണുകൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഡ്യൂട്ടികളെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് ക്രോഡീകരിച്ച് സമ്മറൈസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബോണുകൾ നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും 5 ഡ്യൂട്ടികളാണ് ബോണുകൾ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാവാം, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഒരു 5 ഡ്യൂട്ടീസ് നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്ത് വെക്കുക. 5 ഡ്യൂട്ടീസ്. 1, ഗീവ് ഷേപ്പ്. നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യുക? ഒരു ഷേപ്പ് കൊടുക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ബോണുകൾ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ബോൺ. ഇറ്റ് ഹെൽപ്സ് ടു ഗീവ് ഷേപ്പ് ഫോർ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് നൽകുക എന്നുള്ളതാണ് ബോണുകളുടെ ഒരു ഡ്യൂട്ടി. ഓക്കെ. രണ്ടാമത്തെ, ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. കേൾവി എന്നൊരു അനുഭവം സാധ്യമാക്കുന്നതിൽ ബോണുകൾക്ക് കൃത്യമായ റോളുണ്ട്. ഇവിടെ ചെവിയിലുള്ള 3 ബോൺസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ബോഡിയിലുള്ള ഏറ്റവും ചെറിയ 3 ബോണുകളാണിവ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അതിൽ തന്നെ ഏറ്റവും ചെറുത് സ്റ്റേപ്പിയസ് ആണെന്നും പറഞ്ഞാണ്. അപ്പോൾ ഈ 3 ബോണുകൾ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്, ഈ 3 ബോണുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഹിയറിംഗ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ കേൾവിയെ സഹായിക്കുക എന്നൊരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? ബോണുകൾക്ക് ഉണ്ട്, അല്ലേ? അടുത്താണ് ഗീവ് സപ്പോർട്ട്. നമ്മുടെ ബോഡിക്ക് എന്ത് കൊടുക്കുക? ഒരു സപ്പോർട്ട് കൊടുക്കുക. ബോഡി ഇങ്ങനെ കറക്റ്റ് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ ആര് വേണം? ബോണുകൾ വേണം, അല്ലേ? അതുപോലെ മറ്റൊരു ഡ്യൂട്ടിയാണ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റുകളെ സഹായിക്കുക. അതുപോലെ അടുത്തൊരു ഡ്യൂട്ടിയാണ് ഹെൽപ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസായ ഹാർട്ട്, ലങ്സ് തുടങ്ങിയ ഇൻറ്റേർണൽ ഓർഗൻസിനെ, ബ്രെയിന്, അല്ലേ, വെർട്ടിബ്രൽ കോളം, അതുപോലെ സ്പൈനൽ കോഡ്, അല്ലേ, ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? നമ്മുടെ ബോണുകൾക്കുണ്ട്, അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ഈ 5 ഡ്യൂട്ടീസാണ് നമ്മുടെ ബോണുകൾക്കുള്ളത്. അപ്പോൾ ഈ 5 ഡ്യൂട്ടീസ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന്, ഗിവ് ഷേപ്പ് ഫോർ അവർ ബോഡി. സെക്കൻഡ് വൺ, helps in hearing. Third one, give support for our body. Fourth one, helps in the movement, body movements. And last one, helps to protect different internal organs present in our body. അപ്പോൾ ഇത് 5 നമ്മുടെ ബോണുകളുടെ 5 ഡ്യൂട്ടീസ്. അപ്പോൾ ഈ 5 ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക? ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ബോൺസ് എന്ന്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദ ഡ്യൂട്ടീസ് ഓഫ് ബോൺസ്. ഓക്കെ. അപ്പോൾ ഈ 5 ഡ്യൂട്ടീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസീസുകളെ കുറിച്ചാണ്. നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന മസിലുകളെയും അതുപോലെ തന്നെ ബോണുകളെയും ജോയിൻറ്റുകളെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസുകളെ കുറിച്ചാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ ബോഡിയിലെ ബോണുകളുടെ ഡ്യൂട്ടീസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മസിലുകളെയും അതോടൊപ്പം തന്നെ ബോണുകളെയും അല്ലെങ്കിൽ ജോയിൻറ്റുകളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഡിസീസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊത്തം 5 ഡിസീസ്, ആകെ 5 ഡിസീസുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ഡിസീസിനെയും കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുക. എന്ത് പഠിക്കുക? ഡിസീസിൻ്റെ റീസൺ പഠിക്കുക, സിംറ്റം പഠിക്കുക കേട്ടോ. അപ്പോൾ 3 കാര്യങ്ങൾ പഠിക്കുക. ഡിസീസിൻ്റെ പേര്, ആ ഡിസീസിൻ്റെ കാരണം, റീസൺ, അതുപോലെ സിംറ്റം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടോപ്പിക്ക് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഡിസീസുകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഡിസീസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇത് 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് കോളം ഡിസീസിൻ്റെ പേര്. ഓക്കെ. ഡിസീസിൻ്റെ പേരാണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത് റീസൺ ആണ്, ആ ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം. അത് ലാസ്റ്റ് കോളം ഈസ് ഓഫ് സിംറ്റം. ആ ഡിസീസിൻ്റെ സിംറ്റം, ലക്ഷണം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ 3 കോളമായിട്ട് ഞാൻ
നമ്മൾ ആ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്യാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ 3 കോളങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഡിസീസിൻ്റെ പേര്, അടുത്ത റീസൺ, ലാസ്റ്റ് കോളം സിംറ്റം. ഓക്കെ, ഇത്തരത്തിൽ 3 കോളങ്ങളായിട്ട് ഞാൻ ഈ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്തു. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഡിസീസായിട്ട് നോക്കാം. ഫസ്റ്റ് ഡിസീസാണ് റൊമാറ്റിക് ആർത്രൈറ്റിസ്. ഓക്കെ, ഫസ്റ്റ് ഡിസീസാണ് റൊമാറ്റിക് ആർത്രൈറ്റിസ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്നൊരു അസുഖമാണ് ഇത്. റൊമാറ്റിക് ആർത്രൈറ്റിസ് പറഞ്ഞാൽ നമുക്ക് വാദം എന്നൊക്കെ പറയല്ലേ, വാദം വയസ്സായ ആൾക്കാരൊക്കെ പറയുന്നത് വാദം ഉണ്ട്, വാദരോഗം എന്നൊക്കെ പറയുന്ന സാധനം, അതാണ് ഈ സാധനം റൊമാറ്റിക് ആർത്രൈറ്റിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാവുന്ന ഡിസീസ് ഏതാണ്? റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൊമാറ്റിക് ആർത്രൈറ്റിസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ റീസൺസ് ആണ്. അതിന് പ്രധാനമായിട്ടും 4 റീസൺസ് ആണ് പറയുന്നത്. പ്രധാനമായിട്ടും 4 റീസണുകളാണുള്ളത്. ഒന്ന് ഇൻഫെക്ഷനാണ്. ഓക്കെ, ഒന്നാമത്തെ റീസൺ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്താ? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ജോയിൻറ്റ്സ് അല്ലേ, ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഈ അസുഖത്തിൻ്റെ ഫസ്റ്റ് റീസൺ. ഇൻഫെക്ഷൻ എന്താ? ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ അല്ലേ, ഏതെങ്കിലും അണുക്കൾ, രോഗാണുക്കൾ ജോയിൻറ്റുകളിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ ഒരു റീസൺ. ഓക്കെ, പ്രധാനമായും 4 റീസണുകളാണ് ഈ അസുഖത്തിൽ ഉണ്ടാവുക. ഒന്നാമത്തെ റീസണാണ് ഇൻഫെക്ഷൻ ഇൻ ജോയിൻറ്റുകളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ, ഏതെങ്കിലും രോഗാണു ജോയിൻറ്റുകളെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ഒന്ന്. രണ്ടാമത്താണ് ഇഞ്ചുറീസ്. ഓക്കെ, എന്തെങ്കിലും പരിക്കുകൾ, ജോയിൻറ്റുകൾക്കൊക്കെ എന്തെങ്കിലും പരിക്കുകൾ പറ്റാം. മൂന്നാമത്തെ റീസണാണ് ഡീജനറേറ്റീവ് പ്രോസസ്സ്. ഓക്കെ, അതായത് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡീജനറേറ്റീവ് പ്രോസസ്സ്. ആൾ വയസ്സാവുന്നതിനനുസരിച്ച്, ഓൾഡ് ഏജ് ആവുന്നതനുസരിച്ച്, വയസ്സാവുന്നതിനനുസരിച്ച് എന്തെങ്കിലും ഡീജനറേറ്റീവ് പറഞ്ഞാൽ ജനറേഷൻ്റെ ഓപ്പോസിറ്റ്, അത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രോസസ്സുകൾ കുറഞ്ഞു പോവാം, എന്തെങ്കിലും നശിക്കുക, അതാണ് ഡീജനറേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരാൾ വയസ്സാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഡീജനറേറ്റീവ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ ചില ഡീജനറേറ്റീവ് പ്രോസസ്സ് ഏത് അസുഖത്തിലേക്ക് ലീഡ് ചെയ്യും? റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്നൊരു അസുഖത്തിലേക്ക് ലീഡ് ചെയ്യും. അതുമല്ലെങ്കിൽ ഒരു റീസണും കൊണ്ട് ഡാമേജ് ടു കാർട്ടിലേജ് അല്ലേ, കാർട്ടിലേജിന് എന്തെങ്കിലും ഡാമേജ്. കാർട്ടിലേജൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് കാർട്ടിലേജൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ കാർട്ടിലേജിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാലും ഏത് അസുഖം ഉണ്ടാവാം? റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്ന അസുഖം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിസീസ് റൊമാറ്റിക് ആർത്രൈറ്റിസ്. അതിൻ്റെ റീസണുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 4 കാരണങ്ങളാലാണ് ഈ അസുഖം ഉണ്ടാവാറ്. ഒന്ന് ഇൻഫെക്ഷൻ ടു ജോയിൻറ്റുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ അസുഖം ഉണ്ടാവാം. 2 ഇഞ്ചുറീസ് ആണ്, എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ഈ അസുഖം ഉണ്ടാവാം. മൂന്നാമത്തെ റീസണാണ് ഡീജനറേറ്റീവ് പ്രോസസ് ഡ്യൂറിങ് ഓൾഡ് ഏജ്. വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ, ഏജ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് പ്രോസസ്സ്, ഇതും ഇതിനൊരു കാരണമാവാം. അതുമല്ലെങ്കിൽ ഏതാണ് കാരണം? കാർട്ടിലേജുകൾ, ബോഡിയിലെ ജോയിൻറ്റുകളിലുള്ള കാർട്ടിലേജുകൾക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാലും എന്തുണ്ടാവാം? ഈ ഒരു അസുഖം ഉണ്ടാവാം. ഓക്കെ, സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും 2 സിംറ്റംസ് ആണ്. ഒന്ന് നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, നല്ല സീവിയർ പെയിൻ ഉണ്ടാവും. ഈ ഭാഗങ്ങളിൽ, ശരീരഭാഗങ്ങളിൽ നല്ല വേദന ഉണ്ടാവും, സീവിയർ പെയിൻ ഉണ്ടാവും. അതുപോലെ എന്ത് ചെയ്യും? ജോയിൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കാൺ മൂവ് ജോയിൻറ്റ്സ് അല്ലേ, ജോയിൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ സിംറ്റംസ്. നല്ല പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ജോയിൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഏത് അസുഖത്തിൻ്റെ സിംറ്റംസ്? നമ്മൾ പറഞ്ഞ റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഫസ്റ്റ് ഡിസീസ് പഠിക്കാനുള്ളത്, റൊമാറ്റിക് ആർത്രൈറ്റിസ്. നമ്മൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? പ്രധാനമായും 2 കാര്യം, റീസണും സിംറ്റവും കേട്ടോ. 4 റീസണുകളും 2 സിംറ്റംസും പഠിച്ചാൽ ഫസ്റ്റ് ഡിസീസ് നമുക്ക് എന്തായിട്ടുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫസ്റ്റ് ഡിസീസ് റൊമാറ്റിക് ആർത്രൈറ്റിസ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഡിസീസിലേക്ക് പോകാം. രണ്ടാമത്താണ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, ദ സെക്കൻഡ് ഡിസീസ് ഈസ്
ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ജോയിൻറ്റിൽ ബോണുകളെ കറക്റ്റ് പൊസിഷനിൽ കീപ്പ് ചെയ്യുന്ന ആരാണ്? ലിഗമെൻറ്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഒരു ജോയിൻറ്റിലെ രണ്ട് ബോണുകളെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്ന ആരാണ്? ലിഗമെൻറ്റ്സ് ആണ് അല്ലേ? ആ ലിഗമെൻറ്റ്സിന് എന്തെങ്കിലും പറ്റിയാൽ എന്ത് സംഭവിക്കും? ആ ബോണിൻ്റെ പൊസിഷൻ എന്തായി പോകും? മാറിപ്പോകും അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസൺ. എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോൺസ് ഡ്യൂ ടു ദ ഡാമേജ് ഫോർ ലിഗമെൻറ്റ്സ് അല്ലേ? അപ്പോൾ ലിഗമെൻറ്റ്സിന് ഡാമേജ് ചെയ്യുക അല്ലേ? ലിഗമെൻറ്റ്സിന് എന്തെങ്കിലും പറ്റിയാൽ ഡാമേജ് ഇൻ ലിഗമെൻറ്റ്സ് അല്ലേ ലീഡ്സ് ടു എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോൺ അല്ലേ? ബോണിൻ്റെ സ്ഥാനം എന്ത് ചെയ്യും? മാറും. ഒരു ജോയിൻറ്റിൽ ബോണുകളുടെ സ്ഥാനം മാറും. വൈ? എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഡാമേജ് ഇൻ ലിഗമെൻറ്റ്സ്. കാരണം ലിഗമെൻറ്റ്സ് ആണ് ഒരു ജോയിൻറ്റിലെ ബോണുകളെ കറക്റ്റ് ആ പൊസിഷനിൽ നിലനിർത്തുന്നത്. ലിഗമെൻറ്റ്സിന് എന്തെങ്കിലും പറ്റുമ്പോൾ ആ ബോൺസിൻ്റെ സ്ഥാനം എന്തായി പോകും? മാറും. ആ ഒരു കണ്ടീഷനാണ് എന്ത്? ലൊക്കേഷൻ മാറാം. ബോണുകളുടെ ലൊക്കേഷൻ മാറാം. സോ ദാറ്റ്സ് ദ റീസൺ ഫോർ ദി ഡിസ്ലൊക്കേഷൻ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോൺസ് ഡ്യൂ ടു ദ ഡാമേജ് ഇൻ ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സിന് എന്തെങ്കിലും ഡാമേജ് പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ജോയിൻറ്റിലെ ബോണുകളുടെ സ്ഥാനം മാറുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്ലൊക്കേഷൻ അല്ലേ? സിംറ്റം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 സിംറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് പെയിൻ ആണ്, നല്ല പെയിൻ ഉണ്ടാവും. അതുപോലെ ഇടിമ വീക്കം ഉണ്ടാവും, വീങ്ങി വരും. ആ ശരീരഭാഗങ്ങൾ വീങ്ങി വരും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ഡിഫിക്കൽട്ടി ഇൻ മൂവ്മെൻറ്റ്, കാൺട്ട് മൂവ് അല്ലേ? മൂവ്മെൻറ്റ് എന്ത് ചെയ്യില്ല, മൂവ്മെൻറ്റുകൾ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ശരീരഭാഗം ആ ഭാഗം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ഡിസീസ്. രണ്ടാമത്തെ ഡിസീസാണ് ഇത് ഡിസ്ലൊക്കേഷൻ. കാരണം എന്താണ്? ഒരു ജോയിൻറ്റിലെ ബോണുകളുടെ സ്ഥാനം മാറാം ബിക്കോസ് ഓഫ് ദ ഡാമേജ് ഇൻ ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സിൽ എന്തെങ്കിലും ഡാമേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ബോണുകളുടെ സ്ഥാനം മാറുന്നതാണ് ഈ ഒരു അസുഖത്തിൻ്റെ കാരണം. സിംറ്റംസ് പ്രധാനമായിട്ടും 3 സിംറ്റംസ് ആണ്. ഒരു പെയിൻ ഉണ്ടാവും, നല്ല പെയിൻ ഉണ്ടാവും, ഇടിമുണ്ടാവും, വീക്കമുണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ബോഡി പാർട്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അസുഖം. മൂന്നാമത്തെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു അസുഖമാണ് സ്പ്രെയിൻ. സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ ഉളുക്ക് എന്നൊക്കെ പറയും അല്ലേ? ശരീരഭാഗം ഉളുക്കി എന്നൊക്കെ പറയാറില്ലേ? അതാണ് സ്പ്രെയിന്. ഓക്കെ, സ്പ്രെയിൻ്റെ കാരണം ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുകയാണ്. ലിഗമെൻറ്റ്സ് വലിഞ്ഞു പോവുക അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോവുക, ബ്രേക്കായി പോവുക. അതാണ് സ്പ്രെയിൻ്റെ റീസൺ. എന്ത്? സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻറ്റ്സ് അല്ലേ? ലിഗമെൻറ്റ്സിൻ്റെ സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ അതുപോലെ ബ്രേക്കിങ്ങോ ആണെന്ത് ഈ ഒരു അസുഖത്തിന് സ്പ്രെയിൻ്റെ കാരണം. ഓക്കെ, സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻറ്റ്സ് വലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ബ്രേക്കായി പോവുകയോ ചെയ്യുമ്പോഴാണ് ഏതസുഖം ഉണ്ടാവുക? സ്പ്രെയിന് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുക. സിംറ്റംസ് 2 സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും ഈ അസുഖത്തിന് ഉണ്ടാവാറ്. ഒന്ന് പെയിനാണ്, നല്ല പെയിൻ ഉണ്ടാവും. അതുപോലെ ഇടിമ ഉണ്ടാവും. ഇടിമ ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ഇടിമ? വീക്കം ഉണ്ടാവും അല്ലേ? ഇത് രണ്ടുമാണ് സ്പ്രെയിൻ എന്ന അസുഖത്തിൻ്റെ സിംറ്റംസ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ അസുഖം മനസ്സിലായി. സ്പ്രെയിൻ്റെ റീസൺ എന്താണ്? ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുക. ലിഗമെൻറ്റ്സ് ഒന്നെങ്കിൽ വലിഞ്ഞു പോവുക അല്ലെങ്കിൽ ബ്രേക്കായി പോവുക. ഇത് രണ്ടുമാണ് ഏതിൻ്റെ റീസൺ? നമ്മുടെ സ്പ്രെയിനിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ അത്രയാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ ഡിസീസ് പഠിക്കാനുള്ളത്. ഇത് സ്പ്രെയിൻ. ഓക്കെ, ഇനി നാലാമത്താണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, നാലാമത് പഠിക്കാനുള്ള അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡിയിലെ ബോൺസ് ബ്രിറ്റിലോ അല്ലെങ്കിൽ എന്താവുക ഫ്രാക്ചറോ ഉണ്ടാവാം. ബോൺസ് എന്ത് ചെയ്യുക? പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴൊക്കെയാണ് ഏത് അസുഖം ഉണ്ടാവുക? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവുക. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന ഒരു കണ്ടീഷനാണ്. ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് അവർ ബോൺസ് ആർ ബ്രിറ്റിൽ ഓർ ഫ്രാക്ചർ. ഓക്കെ, ബോണുകൾ ഒന്നെങ്കിൽ പൊട്ടിപ്പോവാനുള്ള
അവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഫ്രാക്ചർ വരാനുള്ള കണ്ടീഷനിലേക്ക് എത്തുക. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയാം. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ആണ് എന്താണ്? ഇറ്റ്സ് എ കണ്ടീഷൻ ത്രൂ ദ ബോൺസ് ആർ ചേഞ്ച് ഇൻ ടു ബ്രിറ്റിൽ ഓർ ഫ്രാക്ചർ. ബോണുകളിൽ എന്തെങ്കിലും ബ്രിറ്റിലോ അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ വരികയൊക്കെ ചെയ്യുന്നതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന കണ്ടീഷൻ. ഓക്കെ, ഇതിന് പ്രധാനമായിട്ടും 2 റീസണുകളാണുള്ളത്. ഒന്നെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ഓർ കാൽസ്യം അയോൺ, അല്ലേ? വൈറ്റമിൻ ഡിയുടെയോ കാൽസ്യത്തിൻ്റെയോ ഡെഫിഷ്യൻസിയാണ് ഈ അസുഖത്തിൻ്റെ ഒന്നാമത്തെ റീസൺ. ഓക്കെ, ഈ അസുഖത്തിന് 2 റീസണുകളാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ബോഡിയിൽ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽസ്യം അറിയല്ലോ അല്ലേ, വൈറ്റമിൻ ഡിയോ കാൽസ്യമോ ബോഡിയിൽ കുറയുമ്പോൾ ഈ അസുഖം ഉണ്ടാവാം. അല്ലെങ്കിൽ വേറൊരു റീസണും കൊണ്ട് ഡിഫക്റ്റ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. അത് ചില മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഡിഫക്റ്റ്, ചില മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോഴും ഈ അസുഖം ഉണ്ടാവാം, ഈ ഒരു അസുഖം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീസൺ, ഡിഫക്റ്റ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ചില മെറ്റബോളിക് ആക്ടിവിറ്റി പറഞ്ഞാൽ ബോഡിയിൽ നടക്കുന്ന സർട്ടൻ ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിക് ആക്ടിവിറ്റി. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കും കേട്ടോ. അപ്പോൾ ചില മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഡിഫക്റ്റ് മൂലം ഏത് അസുഖം ഉണ്ടാവാം? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവാം. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖത്തിന് പ്രധാനമായിട്ടും 2 റീസണുകളാണുള്ളത്. ഒന്നെന്താണ്? കാൽസ്യത്തിൻ്റെയോ വൈറ്റമിൻ ഡിയുടെയോ ഡെഫിഷ്യൻസിയാണ്, കുറവാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഡിഫക്റ്റും ഏത് അസുഖത്തിലേക്ക് ലീഡ് ചെയ്യാം? ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖത്തിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, ഇത് സിംറ്റംസ് ആയിട്ട് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുക ഹിപ്പ് ബോണിനെയാണ്. ഹിപ്പ്, അരയിലുള്ള ബോണ്, അതുപോലെ റിസ്റ്റ് അറിയല്ലോ അല്ലേ, ഈ ഭാഗം റിസ്റ്റ്, അതുപോലെ വെർട്ടിബ്രൽ കോളം, നട്ടല് അല്ലേ, വെർട്ടിബ്രൽ കോളം, ഇവയൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് എന്ത് ചെയ്യുക? അഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് 3ാമത്തെ അസുഖമായിട്ട് പഠിക്കാനുള്ളത്. ഏത്? ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച്? റീസൺ എന്താണ്? 2 റീസൺ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു റീസണാണ്. രണ്ടാമത്തെ റീസൺ എന്താണ്? ഡിഫക്റ്റ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നമ്മുടെ ബോഡിയിലെ ചില മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഡിഫക്റ്റും ഏതിലേക്ക് ലീഡ് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്നൊരു ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം. ഓക്കെ, ഇതിലെ സിംറ്റംസ് ചോദിക്കുകയാണെങ്കിൽ ഇത് പ്രധാനമായിട്ടും ഇറ്റ് സിവിയർലി അഫക്റ്റ്, നമ്മുടെ പ്രധാനമായിട്ടും വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഭാഗങ്ങളാണിത്. ഒന്ന് ഹിപ്പ് ബോണിനെ ബാധിക്കും. നമ്മുടെ അരയിലുള്ള ഹിപ്പിലുള്ള ബോണുകൾ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മുടെ റിസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ ലാസ്റ്റ് ഏതിനെ അഫക്റ്റ് ചെയ്യാം? നമ്മുടെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടലിനെ അടക്കം ഈ അസുഖം അഫക്റ്റ് ചെയ്യാം. നട്ടലിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ വളരെ ഡേഞ്ചറാണ് അല്ലേ. അപ്പോൾ ഈ അസുഖം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അസുഖം. ഓക്കെ, അത് ലാസ്റ്റ് ഡിസീസ്. ദ ലാസ്റ്റ് ഡിസീസ് ഈസ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയും. മസ്കുലാർ ഡിസ്ട്രോഫി ഇത് കാര്യമായിട്ട് ബോയ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് കേട്ടോ. ബോയ്സിലാണ് ഈ ഒരു അസുഖം കൂടുതലായിട്ട് കാണാറ്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ ഒരു അസുഖം കൂടുതലായിട്ട് കാണാറുണ്ട്. എവിടെയാണ്? ബോയ്സിലാണ്. ഇത് മസിൽസിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അല്ലേ, ഡീജനറേഷൻ ഇൻ മസിൽസ്. പല കാരണങ്ങളാൽ മസിൽസിൽ എന്തുണ്ടാവുക? ഡീജനറേഷൻസ് ഉണ്ടാവാം. പ്രത്യേകിച്ച് ഒരു റീസൺ കൊണ്ട് പഠിക്കാനുള്ള പല റീസണുകളാവാം. ചിലപ്പോൾ പല ആക്സിഡൻ്റ് ആവാം, ചില ന്യൂട്രിയൻസിൻ്റെ കുറവാവാം അല്ലേ. ഇങ്ങനെ പല കാരണങ്ങളാൽ മസിൽസ് എന്ത് ചെയ്യുക? ഡീജനറേഷൻ, മസിൽസുകൾ നശിക്കുന്നതാണ് ഈ ഒരു അസുഖത്തിൻ്റെ കാരണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്തായിരിക്കും? മസിൽസ് എന്തായിപ്പോവും? മസിൽസ് വീക്കായി പോവും അല്ലേ. മസിൽസ് ആർ ബിക്കം വീക്ക്. മസിൽസ് എന്ത് ചെയ്യും? വീക്കായി പോവും. മസിൽസ് വീക്കായിട്ട് പോവും. ഇതാണ് ഇതിൻ്റെ സിംറ്റം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഡിസീസുകൾ. 5 അസുഖങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 5 ഡിസീസ് ഒരുപാട് 1 വേർഡൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുണ്ട്. എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നൊന്നും കൂടെ നോക്കാം. ജസ്റ്റ് 5 ഡിസീസ്.
ഫസ്റ്റ് ഡിസീസ് റൊമാറ്റിക് ആർത്രൈറ്റിസ് ആണ്. ആ അസുഖത്തിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ്, അതുമല്ലെങ്കിൽ എന്തുണ്ടാവാം ഓൾഡ് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് പ്രോസസ്സുകൾ, അതുമല്ലെങ്കിൽ കാർട്ടിലേജിലുണ്ടാകുന്ന ഡാമേജ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാവുക. 2 സിംറ്റംസ് ആണ് പ്രധാനമായിട്ടുള്ളത്. നല്ല പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, നമ്മുടെ ജോയിൻറ്റുകളൊന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ഒന്നാമത്തെ അസുഖം. രണ്ടാമത്തെ ഡിസ്ലൊക്കേഷനാണ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലിഗമെൻസിന് എന്തെങ്കിലും ഡാമേജ് പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ജോയിൻറ്റിലെ ബോണുകളുടെ പൊസിഷൻ മാറിപ്പോവാം, ഡിസ്പ്ലേസ്ഡ് ആയി പോവുക ബോണുകൾ. അതാണ് ഇതിൻ്റെ റീസൺ. സിംറ്റംസ് പ്രധാനമായും 3 സിംറ്റംസ് ആണ്. നല്ല പെയിൻ ഉണ്ടാവും, ഇഡിമ അല്ലെങ്കിൽ വീക്കം ഉണ്ടാവും, അതുപോലെ ബോഡി പാർട്സ് മൂവ് ചെയ്യുന്നതിൽ ഡിഫിക്കൽറ്റി ഉണ്ടാവാം. ഇത് 3 ഇതിൻ്റെ സിംറ്റംസ്. മൂന്നാമതാണ് സ്പ്രെയിൻ, ഉളുക്ക് എന്ന് പറയുന്ന ഫെമിലിയർ ഡിസീസാണ് സ്പ്രെയിൻ. റീസൺ എന്ന് പറഞ്ഞാൽ ലിഗമെൻറ്റ്സ് ഒന്നെങ്കിൽ സ്ട്രെച്ച് ആവുക അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോവുക. ലിഗമെൻറ്റ്സ് വലിഞ്ഞു പോകുന്നതോ ബ്രേക്ക് ആയി പോകുന്നതോ ആണ് ഇതിൻ്റെ റീസൺ. സിംറ്റംസ് പ്രധാനമായും 2 സിംറ്റംസ് ആണ്. ഒന്ന് പെയിൻ ആണ്, മറ്റൊന്ന് ഇഡിമയാണ്. പെയിൻ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാവും, ഇഡിമ എന്ന് പറഞ്ഞാൽ വീക്കം ഉണ്ടാവാം. നാലാമത്താണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബോണുകൾ ബ്രിട്ടിലോ അല്ലെങ്കിൽ ഫ്രാക്ചറോ വരുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. ഇതിന് പ്രധാനമായും 2 റീസണുകളാണുള്ളത്. ഒന്നുകിൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ആൻഡ് കാൽസ്യം. കാൽസ്യത്തിൻ്റെയോ വൈറ്റമിൻ ഡിയുടെയോ ഡെഫിഷ്യൻസിയാണ് ഈ ഒരു അസുഖത്തിൻ്റെ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ഡിഫക്റ്റ് ഇൻ സർട്ടൻ മെറ്റബോളിക് ആക്ടിവിറ്റി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചില മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഡിഫക്റ്റും ഓസ്റ്റിയോപോറോസിസിന് കാരണമാവാം. സിംറ്റംസ് ഇത് പ്രധാനമായിട്ട് എഫക്റ്റ് ചെയ്യുക നമ്മുടെ ഹിപ്പ് ബോണിനെയും റിസ്റ്റിനെയും വെർട്ടിബ്രൽ കോളത്തിനെയും വളരെ സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സിംറ്റം. അത് ലാസ്റ്റ് ഡിസീസ് മസ്കുലർ ഡിസ്ട്രോഫി. ഇത് പ്രധാനമായിട്ടും ബോയ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ മസിൽസിന് എന്തെങ്കിലും പറ്റാം. ദ ഡീജനറേഷൻ ഓഫ് മസിൽസ് ഡ്യൂ ടു മെനി റീസൺസ്. പല കാരണങ്ങളാൽ മസിലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴാണ് ഏത് അസുഖം ഉണ്ടാവുക, ഈ ഒരു അസുഖം ഉണ്ടാവുക. സിംറ്റംസ് മസിൽസ് എന്തായി മാറും, വീക്കായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബോണുകളുടെ ഡ്യൂട്ടീസ്, ബോണുകളുടെ 5 ഡ്യൂട്ടീസ് കൃത്യമായി ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ച് ഡിസീസുകളെ പേര്, ഡിസീസിൻ്റെ റീസണും സിംറ്റവും കൃത്യമായിട്ട് പഠിച്ചു. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വീഡിയോ കണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ഒരൊറ്റ ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ ഒരു ചാപ്റ്റർ കൂടെ ബാക്കി ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് 9th. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ അതുവരെ ബൈ.